അല്ല ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. അപ്പൊ ശരിക്കും നിസ്സഹായമായി പോകുന്ന ചുറ്റുപാടുകൾ, അത് പുരുഷനായാലും സ്ത്രീ ആയാലും, അവർക്കുള്ളത് ഈ സോഷ്യൽ മീഡിയ പ്രചാരണമാണോ ഏക വഴി? ഉത്തരം പറ. അല്ല, സോഷ്യൽ മീഡിയ പ്രചാരണം തീർച്ചയായിട്ടും അതൊരു വഴിയല്ല. ഇതൊരു അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യവും റവന്യൂ മോഡലും ആയതുകൊണ്ടാണ് ഇതിലേക്ക് ആളുകൾ 100% ഞാൻ യോജിക്കുന്നു. വരുന്നതും പുതുതലമുറ വല്ലാതെ അതിലോട് ആകർഷണം വരുന്നതും പോപ്പുലാരിറ്റിയാണ്. ചെറിയ കുട്ടികൾ വരെയും എന്തെങ്കിലും ഒന്ന് കാണിച്ചു നാളെ മിറ്റത്തിറങ്ങുമ്പോ അവർക്ക് റെക്കഗ്നീഷൻ ആണ്. ആക്ച്വലി നമുക്ക് വിധിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്താ സംഭവിച്ചത്? വിധിച്ചു എല്ലാരും കൂടെ. കുറ്റക്കാരിന്ന് അത് തെറ്റാണ്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ചുമ്മാ തന്നെ തനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ മണ്ടൻ എന്നുള്ള പേര് വേണത്. തന്നെ വീട്ടുകാരെങ്ങനെ സഹിക്കുന്നുണ്ടോ? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്. ഒരു തർക്കക്കാരൻ ചേർത്ത് പിടിക്കുന്ന നിങ്ങളും കുറ്റക്കാരാണ്. അത് ഞാൻ എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് നാല് പൊട്ടിക്കണം. ഇവിടെയാണ് നമ്മളിത് പുരുഷനും സ്ത്രീയായി നിന്നൊരു ജെൻഡർ വാർ അല്ല. നമുക്ക് എന്തുകൊണ്ടാണ് വനിതാ കമ്മീഷൻ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടെങ്കിലും അതേപോലെ പുരുഷ കമ്മീഷൻ വേണമെന്നും നാളെ ഒരു ദീപക് ഉണ്ടായിരുന്നു.